PV അൻവറിനെതിരെ വീണ്ടും CPIM. അൻവറിന്റെ പരസ്യ പ്രസ്താവന സാമാന്യ മര്യാദ പാലിക്കാതെയെന്ന് പാർട്ടി മുഖപത്രത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിമർശനം. പാർട്ടിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ നീങ്ങുകയാണ് അൻവർ. CPIM-നെയും LDF-നെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിന് പിന്നിൽ സ്ഥാപിത താല്പര്യമെന്നുമാണ് വിമർശനം. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനാണ് തത്സമയം നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. CPIM കടുത്ത ആക്രമണമാണ് PV അൻവറിനെതിരെ ഉന്നയിക്കുന്നത്. അൻവർ ഏത് വിധത്തിൽ പാർട്ടിയെ കടന്നാക്രമിക്കുന്നോ ആ വിധത്തിലുള്ള പ്രതിരോധം പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. ഇന്നിപ്പോൾ ദേശാഭിമാനിയിലെ ലേഖനത്തിൽ എന്തൊക്കെയാണ് CPIM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്? ഉമേഷ്, ദേശാഭിമാനിയിൽ കോടിയേരി ബാലകൃഷ്ണനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ലേഖനത്തിലാണ് അവസാന ഭാഗത്ത് PV അൻവറിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ PV അൻവർ MLA പാർട്ടിക്കെതിരെയും സർക്കാരിനെതിരെയും ഉയർത്തിയ ആരോപണങ്ങൾ അവ അടിസ്ഥാനരഹിതമാണ്. ഈ ആരോപണങ്ങൾ ഒരു സ്വതന്ത്ര MLA എന്ന നിലയിൽ സാമാന്യ മര്യാദ പാലിക്കാതെയാണ് PV അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. പരസ്യ പ്രസ്താവന നടത്തുകയും പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷത്തിനെതിരെയും നീങ്ങുകയുമാണ് PV അൻവർ ചെയ്യുന്നത്. CPIM-നെയും LDF-നെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്. സ്ഥാപിത താല്പര്യങ്ങൾ PV അൻവറിനുണ്ട് എന്നുള്ളൊരു ആരോപണവും കൂടി ഈ ലേഖനത്തിൽ MV ഗോവിന്ദൻ ഉന്നയിക്കുന്നു. നേരത്തെ തന്നെ കൃത്യമായ നിലപാട് PV അൻവറിനെതിരെ പാർട്ടി എടുത്തിരുന്നു. പരസ്യ പ്രസ്താവനകൾ നടത്തരുത് എന്നുള്ള നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് പരസ്യ പ്രസ്താവനകളും ആരോപണങ്ങളുമായി മുന്നോട്ട് പോവുകയും മുഖ്യമന്ത്രിക്കെതിരെ അടക്കം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കൃത്യമായ നിലപാട് CPM സ്വീകരിക്കുകയും കൃത്യമായി CPM നേതാക്കൾ അടക്കം അൻവറിനെതിരെ പ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്തത്. എന്തായാലും ഇന്ന് കോടിയേരി അനുസ്മരണ ദിനമാണ്. ഈ കോടിയേരി അനുസ്മരണ ദിനത്തിൽ കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ തനിക്കിങ്ങനെ പറയേണ്ടി വരില്ലായിരുന്നു എന്ന് അൻവർ ഒന്നിലധികം തവണ പറഞ്ഞു. ആ സാഹചര്യം കൂടി നമ്മൾ ഈ ലേഖനത്തോടൊപ്പം കൂട്ടി വായിക്കണം. കോടിയേരി അനുസ്മരണ ദിനത്തിൽ തന്നെ ആ അനുസ്മരണ ലേഖനത്തിൽ തന്നെ കൃത്യമായ മറുപടി PV അൻവറിന് MV ഗോവിന്ദൻ നൽകിയിരുന്നു. അല്പസമയം മുൻപ് AK ബാലനും PV അൻവറിനെ രൂക്ഷമായി വിമർശിച്ചു. PV അൻവറിൻ്റെ ആരോപണങ്ങൾ അത് ചില താല്പര്യങ്ങൾ വെച്ചുകൊണ്ടുള്ളതാണ്. ആ താല്പര്യങ്ങൾ എന്താണ് എന്ന് പലർക്കും വ്യക്തമാവുകയും ചെയ്യും. ഒപ്പം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ അത് വക്രീകരിക്കുകയാണ് PV അൻവർ ചെയ്തത്. ഹിന്ദു പത്രത്തിൽ വന്നു എന്ന് പറഞ്ഞ് ഹിന്ദു പത്രം എന്ന് ഒന്നിലധികം തവണ PV അൻവർ പറഞ്ഞു. അതിൽ തന്നെ PV അൻവറിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് വ്യക്തമാണല്ലോ എന്നുള്ള ചോദ്യവും AK ബാലൻ ഉന്നയിക്കുകയും ചെയ്തു. എന്തായാലും CPM നേതാക്കൾ ഒന്നടങ്കം PV അൻവറിനെതിരെ രംഗത്ത് വരികയാണ് ഇപ്പോൾ. ബിനിൽ, ആര്യ.